ഹായ് എവരി വൺ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച മിറാക്കുലസ് ആയിട്ടുള്ള മോർണിംഗ് ആൻഡ് നൈറ്റ് റുട്ടീനെ കുറിച്ചിട്ടാണ്. മോർണിംഗ് റുട്ടീനെ കുറിച്ചിട്ട് എല്ലാവരും ഒരുപാട് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നൈറ്റ് റുട്ടീനും, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടിൻ്റെ സമയം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സമയമാണ്. അതായത് നൈറ്റ് റുട്ടീൻ ചെയ്യേണ്ടത് നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് അവസാനത്തെ 1 മണിക്കൂർ, അതേപോലെ മോർണിംഗ് റുട്ടീൻ ചെയ്യുന്നത് നമ്മൾ എഴുന്നേറ്റ ഉടനെയുള്ള ആദ്യത്തെ 1 മണിക്കൂർ. ഈ 2 സമയത്തും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ എന്താണോ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഫീഡ് ചെയ്യുന്നത് അത് ഡയറക്റ്റ്ലി ആക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ആ സമയം നമ്മൾ അത്രക്കധികം ക്രൂഷ്യലായിട്ട് കണക്കാക്കുന്നത്. ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും. അത് നമ്മൾ ഡെയിലി ചെയ്തു കഴിഞ്ഞാലോ നമ്മളുടെ ജീവിതം വളരെയധികം മാറും. നമ്മൾ വിചാരിക്കാത്ത രീതിയിലായിരിക്കുള്ളൂ പ്രോഗ്രസ് നമുക്ക് ഉണ്ടാവുക. അതിന് പകരം നമ്മളിപ്പോൾ പൊതുവെ എല്ലാവരും ചെയ്യാറുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലായിരിക്കും ലാസ്റ്റത്തെ മണിക്കൂറുകളെല്ലാം. നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് സോഷ്യൽ മീഡിയ നോക്കി അങ്ങനെ തന്നെ കിടന്നുറങ്ങും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതന്നെ ഫോൺ എടുത്ത് നോക്കി സോഷ്യൽ മീഡിയ നോക്കിയിട്ട് നമ്മളുടെ ദിവസം ആരംഭിക്കും. ശരിയല്ലേ? അതിന് പകരം നമ്മൾ നൈറ്റ് റുട്ടീൻ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ സ്ലീപ്പ് കിട്ടും. ആ ബെറ്റർ സ്ലീപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 6 മുതൽ 8 മണിക്കൂർ വരെയും നമ്മൾ ഉറങ്ങണം എന്നാണ് സയൻറ്റിഫിക്കലി പറയുന്നത്. അപ്പോൾ ആ ബെറ്റർ സ്ലീപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉന്മേഷത്തോടു കൂടി അതേപോലെ എനർജറ്റിക് ആയിട്ട് എഴുന്നേൽക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മോർണിംഗ് റുട്ടീനും കൂടി ചെയ്യുമ്പോൾ നമ്മളുടെ എനർജി ഭയങ്കരമായിട്ട് ഹൈ ആവുകയും നമ്മളുടെ ആ ഒരു ദിവസം ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് നമുക്ക് ഇരിക്കാനും അതേപോലെ യൂസ് ചെയ്യാനൊക്കെ സാധിക്കും. നമ്മളുടെ ലൈഫിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് സിറ്റുവേഷനോ സ്ട്രഗിൾസോ വന്നാലും നമുക്ക് പോസിറ്റീവായിട്ട് അത് നേരിടാനുള്ള ഒരു എനർജിയും നമുക്കതിൽ നിന്ന് ലഭിക്കും. നമ്മളുടെ കാഴ്ചപ്പാടുകൾ മാറും. നമ്മളുടെ ജീവിതം വേറൊരു പെർസ്പെക്റ്റീവിലോട്ട് മാറും. നമ്മളുടെ മൊത്തത്തിൽ വല്ലാത്തൊരു ചേഞ്ചിലോട്ടാണ് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുക. നമ്മൾക്ക് ആത്മവിശ്വാസം കൂടും, ധൈര്യം കൂടും, അങ്ങനെ ഒരുപാട് മേഖലകളിൽ നമുക്ക് വ്യത്യാസം വരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് തീർച്ചയായും അനുഭവിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന മോർണിംഗ് റുട്ടീനും നൈറ്റ് റുട്ടീനും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് എന്നുള്ളത് ഞാൻ പറയാം. എല്ലാവരും അതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക, ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് മോർണിംഗ് റുട്ടീനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഞാൻ മോർണിംഗ് റുട്ടീനിൽ ചെയ്യാറുള്ളത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു പുഞ്ചിരിയോടുകൂടി ഞാൻ ഇന്നേ ദിവസം അനുവദിച്ച് തന്ന പ്രപഞ്ചശക്തിക്ക് നന്ദി എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാറ്. നിങ്ങൾ നിങ്ങളുടെ ഏത് ദൈവത്തിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ആ ദൈവത്തിനെ വിളിച്ചിട്ട് പ്രാർത്ഥിച്ചാലും മതി. നമുക്ക് ഇന്നേ ദിവസം അനുവദിച്ച് തന്ന ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞിട്ട് ഒരു പുഞ്ചിരിയോടുകൂടി ഡേ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം ഞാൻ ചെയ്യാറുള്ളത് ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് ഓഡിയോ ആക്കി വെച്ചിട്ടുണ്ട്, അത് ഞാൻ പ്ലേ ചെയ്യും. എന്നിട്ടാണ് ഞാൻ ഫ്രഷ് ആവാൻ പോവാറ്. ഞാൻ ബ്രഷ് ചെയ്യുമ്പോഴൊക്കെ അത് കേട്ടിട്ടാണ് ഞാൻ ബ്രഷ് ചെയ്യാറ്. അപ്പോൾ അത് പ്രൊഡക്റ്റീവായിരിക്കും. നമ്മളത് ചെയ്യുമ്പോൾ നമുക്കിതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കണമല്ലോ, ആ സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് പതിഞ്ഞോളും. നമ്മളും ഒരു പാതി ശ്രദ്ധയിലായിരിക്കും അതിനകത്ത് എങ്ങനെ വന്നു കഴിഞ്ഞാലും. അപ്പോൾ നമുക്ക് 2 രീതിയിലും അത് എഫക്റ്റീവ് ആവും. അപ്പോൾ ഞാനത് അങ്ങനെ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാറുള്ള കാര്യം എന്ന് പറയുന്നത് ഞാൻ അഫർമേഷൻസ് എഴുതും. അഫർമേഷൻസ് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എനിക്ക് ദൈവം തന്നിട്ടുള്ള 5 ബ്ലെസ്സിങ്സ് ഞാനെടുത്ത് എഴുതും. അത് എല്ലാ ദിവസവും സെപ്പറേറ്റാണ് ഞാൻ എഴുതാറ്. അത്രക്കധികം ബ്ലെസ്സിങ്സ് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ അത് കാണാത്തത് കൊണ്ടാണ് നമ്മൾ ഓരോരോ കാര്യങ്ങളിൽ പരാതി പറയുന്നത്. നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പരാതി ഒന്നും ഉണ്ടാവില്ല. അത്രക്കധികം ബ്ലെസ്സിങ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ബ്ലെസ്സിങ്സ് 5 എണ്ണം വെച്ചിട്ട് രാവിലെ എഴുതുക. അതിനുശേഷം ഞാൻ മെഡിറ്റേഷൻ ചെയ്യും. മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് ഞാൻ മെഡിറ്റേഷൻ ചെയ്യും. ആ മെഡിറ്റേഷന് ശേഷം ഞാൻ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതം എങ്ങനെയാവണം എന്നുള്ളത് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഡെയിലി വായിച്ചിട്ട് ഞാൻ വിഷ്വലൈസ് ചെയ്യും. അതിനകത്ത് ഓരോ കാര്യങ്ങളും നടക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അതിനകത്ത് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കും. സ്ക്രിപ്റ്റ് നമ്മൾ മാറ്റം വരുത്തി എഴുതും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് നമ്മൾ മാറ്റം വരുത്തി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ വിഷ്വലൈസ് ചെയ്യും. ആ വിഷ്വലൈസേഷനിൽ ആ ഒരു മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എക്സസൈസ് ചെയ്യാം, യോഗ ചെയ്യാം,
അല്ലെങ്കിൽ നമുക്ക് പാട്ട് കേൾക്കാം, ഡാൻസ് ചെയ്യാം. അങ്ങനെ നമുക്ക് മൈൻഡിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ വീട്ടമ്മമാരാണ് അല്ലെങ്കിൽ ജോലിക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് എന്തെങ്കിലും ജോലി ചെയ്യാനുണ്ടാവും, വീട്ടിലെ ജോലികൾ തീർക്കാനുണ്ടാവും, അല്ലെങ്കിൽ ഓഫീസ് വർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പെൻഡിങ് ഉണ്ടെങ്കിൽ അതുണ്ടാവും, അല്ലെങ്കിൽ പിള്ളേരെയും ഹസ്ബൻഡിനെയൊക്കെ പറഞ്ഞയക്കാനായിട്ട് അവരുടെ തിരക്കുകൾ ഉണ്ടാവും. അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ എക്സസൈസ് ഇതിനൊക്കെ ഉള്ള സമയം ആ സമയത്ത് കിട്ടണമെന്നില്ല. അപ്പോൾ അതിന് പകരം നമ്മളൊരു കാര്യം ചെയ്താൽ മതി. നമ്മളിപ്പോൾ ആ സമയത്ത് ഇഷ്ടപ്പെട്ട പാട്ടുകൾ വെക്കാം. വിരഹഗാനങ്ങളൊന്നും വെക്കരുത്. നല്ല കേൾക്കാൻ രസമുള്ള അതേപോലെ തന്നെ നല്ല ലിറിക്സുകളുള്ള പാട്ടുകൾ വെക്കാം. അത് കേട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അതേപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ടോക്സ് അല്ലെങ്കിൽ അഫർമേഷൻസ് ഇതെല്ലാം പ്ലേ ചെയ്ത് വെക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ ഓവറായിട്ട് നമ്മൾ ഈ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കേട്ടുകൊണ്ടിരിക്കരുത്. അങ്ങനെ കേട്ടുകൊണ്ടിരുന്ന അമിതമായ അമൃതം വിഷം എന്നാണല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ കേട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ മടുപ്പ് ഫീൽ ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തരുത്. അതിന് പകരം എല്ലാത്തിനും ഈക്വലി ഒരു പ്രയോറിറ്റി കൊടുക്കാം. നമ്മളുടെ സെൽഫ് ഡെവലപ്മെൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ആവശ്യമായിട്ടുള്ള രീതിയിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാം. അല്ലാണ്ട് ഓവറായിട്ട് നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടാതെ പോകും. നമുക്ക് തന്നെ മനസ്സിനൊരു മടുപ്പ് ഫീൽ ചെയ്യും. അതില്ലാണ്ടിരിക്കാനാണ് ഓവറായിട്ട് പോസിറ്റിവിറ്റി കൺസ്യൂം ചെയ്യരുത് എന്ന് പറയാം. പോസിറ്റീവ് വീഡിയോസ് അല്ലെങ്കിൽ നമ്മൾ ഈ മോട്ടിവേഷണൽ വീഡിയോസ് തന്നെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കരുതെന്ന് പറയുന്നത്. അതിന് പകരം കോമഡി വീഡിയോസ് കാണാം, നല്ല ഫീൽ ഗുഡ് മൂവീസ് കാണാം, അതേപോലെ നല്ല പാട്ടുകൾ കേൾക്കാം. അങ്ങനെ നെഗറ്റീവ് അല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. നെഗറ്റീവ് ന്യൂസുകൾ, ഗോസിപ്പുകൾ, കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുന്നത് നിർത്തുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺസ്യൂം ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ മനുഷ്യന്മാരുടെ ബ്രെയിനിനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റിവിറ്റി പെട്ടെന്ന് കൺസ്യൂം ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഈ നെഗറ്റീവ് ന്യൂസുകൾ അതേപോലെ ഗോസിപ്പുകൾ പറയുന്നതും കേൾക്കുന്നതൊക്കെ നിർത്താനൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. അപ്പോൾ ആദ്യത്തെ ആ 1 മണിക്കൂറിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യാണ്ട്, അതായത് വാട്സാപ്പിൽ ആരും മെസ്സേജ് അയച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ആരും പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, സ്റ്റോറി ഇട്ടിട്ടുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് പകരം ഇങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. അത്യാവശ്യമുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ, അത് ഞാനില്ല എന്ന് പറയുന്നില്ല. ഇപ്പോൾ വാട്സാപ്പിലൊക്കെ എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ സ്കൂളിലയക്കുന്നുണ്ടെങ്കിൽ പിള്ളേരെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നോക്കണം. അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. അല്ലാത്ത നമ്മളിങ്ങനെ വെറുതെ സ്റ്റോറീസ് കാണാം, സ്റ്റാറ്റസ് കാണാം, അങ്ങനെ ഇരുന്ന് സമയം കളയില്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ആ സമയത്ത് അത് ചെയ്ത് സമയം കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ലൊരു സമയമാണ് നമ്മൾ വേസ്റ്റാക്കി കളയുന്നത്. നമ്മൾ അത്രയും പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സമയമാണ്. അത് അത്രയും പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നമ്മുടെ ലൈഫിൽ വരിക. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ആ ഒരു സമയം യൂസ് ചെയ്യാനായിട്ട്. ഇതേപോലെ തന്നെയാണ് നമ്മൾ നൈറ്റിലും ചെയ്യേണ്ടത്. നൈറ്റിൽ ചെയ്യുമ്പോൾ രാത്രി ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ്, അതായത് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഉറക്കം എന്ന് പറയുന്നത് പല ആൾക്കാർക്കും ഡിഫറെൻറ്റ് ടൈമിലായിരിക്കും. ഞാനിപ്പോൾ 10 മണിക്ക് കിടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പോലും സാധിക്കില്ല. കാരണം ഞാൻ അബ്രോഡാണ്. എനിക്കിവിടെ 9:30 വരെയാണ് ഡ്യൂട്ടി. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 മണിക്ക് കിടക്കാന്ന് പറയുന്നത് എന്നെക്കൊണ്ട് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഉള്ള ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് ഡ്യൂട്ടി കഴിയുന്ന ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ ചെറിയ പിള്ളേരുള്ള ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ രാത്രിക്കാലത്തെ ഉറക്കം അതിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. അതേപോലെ പ്രായമായിട്ടുള്ള ആൾക്കാർ നോക്കാനുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന ടൈമിൽ ഉറങ്ങണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഉറങ്ങുന്ന സമയം നമ്മൾ 1 മണിക്കൂർ മുന്നേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഈ സ്റ്റാറ്റസ് സ്റ്റോറി കാണൽ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഇത് കാണൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. അതല്ലാത്ത സമയത്ത് സ്റ്റോപ്പ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ കാണാം, പക്ഷെ നമ്മളുടെ മൈൻഡിനെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാം. അങ്ങനത്തെ ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കങ്ങളും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. അതായിരിക്കും നമ്മളുടെ ഈ ഒരു ട്രാൻസ്ഫർമേഷൻ ജേണിയിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ രാത്രി ഉറങ്ങുന്നത് എപ്പോഴാണോ അതിനു മുമ്പ് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ ജേണലിൽ അഫർമേഷൻസ് എഴുതുക. അതേപോലെ തന്നെ നിങ്ങൾ പേഴ്സണലൈസ്ഡ് അഫർമേഷൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് റീഡ് ചെയ്യാം, എന്നിട്ട് വിഷ്വലൈസ് ചെയ്യാം.
അതുകൂടാണ്ട് അന്നേ ദിവസം, അതായത് ഇന്നിപ്പോൾ രാത്രി ഞാൻ ബ്ലെസ്സിങ്സ് എഴുതുന്നുണ്ടെങ്കിൽ, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നുണ്ടെങ്കിൽ, ഇന്നത്തെ ദിവസം എനിക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളാണ് ഞാൻ എഴുതേണ്ടത്. അപ്പോൾ അത് 5 എണ്ണം എഴുതി വെക്കാം. അത് 5 എണ്ണം എന്തായാലും ഉണ്ടാവും. നമ്മളിപ്പോൾ വീട്ടിലിരിക്കുന്ന ആൾക്കാരായാലും അല്ലെങ്കിൽ പുറത്തു പോകുന്ന ആൾക്കാരാണെങ്കിലും ആർക്കായാലും, ഇപ്പോൾ ഫുൾ ടൈം ജോലി ചെയ്യണ എബ്രോഡുള്ളവർ കൂടുതലും പറയുന്ന കാരണം സമയമില്ല, അല്ലെങ്കിൽ ഫുള്ള് ജോലിയാണ്, 12 മണിക്കൂർ ജോലിയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്ന കേൾക്കാറുണ്ട്. പക്ഷേ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഈ ജോലിയുടെ ഇടയിൽ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള എന്തെങ്കിലുമൊക്കെ 5 കാര്യങ്ങളുണ്ടാവും. അത് നമ്മൾ എഴുതി തുടങ്ങുമ്പോഴാണ് ആദ്യം നമുക്ക് ബുദ്ധിമുട്ട് തോന്നിയേക്കാം. പിന്നീട് അത് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മുടെ മനസ്സിലോട്ട് വരും. അത് അങ്ങനെയാണ്. അതിന് നിങ്ങൾ ശ്രമിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് തീർച്ചയായും അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. എനിക്ക് ആദ്യം ഞാൻ ആലോചിക്കുമായിരുന്നു 5 കാര്യങ്ങൾ ഇതെങ്ങനെ എഴുതും, എന്തെന്നാണോ ഉള്ളതെന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ആ ഒരു വ്യത്യാസം മനസ്സിലായത്. ഓരോ ചെറിയ കാര്യങ്ങളായാലും നമുക്കത് ബ്ലെസ്സിങ് ആണ്. അപ്പോൾ അങ്ങനെ 5 കാര്യങ്ങൾ നമ്മൾ അന്നത്തെ ദിവസത്തെ 5 ബ്ലെസ്സിങ്സ് എഴുതാം. അത് കഴിഞ്ഞിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞതിന് ശേഷം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക. അതേപോലെ തന്നെ ഇത് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ഇതെല്ലാം വായിക്കുകയോ പറയുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ വായിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കിടക്കാം. ഞാൻ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് തന്നെ പ്ലേ ചെയ്യും. എന്നിട്ട് ഉറക്കം വരുമ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ട് സ്വയം ഞാൻ മനസ്സിൽ എനിക്ക് പറയാനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഉറങ്ങും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഉറങ്ങുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര സമാധാനത്തിൽ സന്തോഷമായിട്ട് കിടന്നുറങ്ങും. രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ട് ഭയങ്കര എനർജറ്റിക് ആയിട്ടായിരിക്കും നമ്മൾ എഴുന്നേൽക്കുക. അതിൻ്റെ ഒരു മാറ്റം എന്ന് പറയണം ഭയങ്കര ഇതാണ്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്കിപ്പോൾ പറഞ്ഞു തരാൻ പറ്റില്ല നിങ്ങൾക്ക് ഞാൻ എത്രത്തോളം എഫക്റ്റീവായിട്ടാണ് എനിക്ക് ആ ഒരു ഇത് വരുന്നതെന്നുള്ളത് റിസൾട്ട്. പക്ഷേ അത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. രാവിലെ എഴുന്നേൽക്കാനുള്ള മടി ഉണ്ടാവില്ല, ഉന്മേഷക്കുറവുണ്ടാവില്ല. നല്ല ഉന്മേഷത്തോടുകൂടി എനർജറ്റിക് ആയിട്ട് നമ്മൾ എഴുന്നേൽക്കും. നമ്മൾ അത്രയും എനർജറ്റിക് ആയിട്ട് എഴുന്നേൽക്കുമ്പോൾ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി തോന്നും. നമ്മളൊരു പോസിറ്റീവ് ഫീലിങ്ങിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു പോകും. എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. ഞാനത് ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ നന്ദി പറയുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അതിൻ്റെ പുറമെ ഞാൻ ഇതെല്ലാം കേട്ടതിന് ശേഷം ഞാൻ ബാക്കി പ്രാക്ടീസുകളും കൂടി ചെയ്യുമ്പോൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പുഞ്ചിരിയോടുകൂടി ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടാണ് തുടങ്ങുക. എനിക്ക് ഇന്നേ ദിവസം അനുഗ്രഹിച്ച് തന്ന പ്രപഞ്ചശക്തിക്ക് അല്ലെങ്കിൽ നമ്മൾ ഏത് ശക്തിയിലാണ് വിശ്വസിക്കുന്നത് ആ ശക്തിക്ക് നന്ദി എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പോസിറ്റീവ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫ് പിടിച്ചാൽ കിട്ടില്ല എന്ന് പറയില്ലേ, ആ രീതിയിൽ അത്രയും മിറാക്കുലസ്ലി മാറും. ആൾക്കാർ വിചാരിക്കുന്ന രീതിയിലൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നത് കണ്ടിട്ട് പലരും നമ്മൾ കളിയാക്കിയേക്കാം. പക്ഷേ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാൻ പോണ്ട. നമ്മളുടെ ട്രാൻസ്ഫർമേഷന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യാം. അത് ചെയ്യുമ്പോൾ അതിൻ്റേതായ റിസൾട്ട് തീർച്ചയായും 100% റിസൾട്ട് കിട്ടും. ഞാൻ ഗ്യാരണ്ടി. ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ട് എൻ്റെ റിസൾട്ട് എന്നാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ വന്ന് സംസാരിക്കാനൊക്കെ ഭയങ്കര മടി, ചമ്മൽ, നാണൊക്കെ ഉള്ള ഒരാളായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ ഈ മോർണിംഗ് റുട്ടീൻ നൈറ്റ് റുട്ടീനെല്ലാം കറക്റ്റാക്കി ഞാൻ എന്താ പറയുക എൻ്റെ പേഴ്സണൽ ട്രാൻസ്ഫർമേഷന് ഞാൻ സമയം കൊടുത്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് അതിൻ്റേതായ റിസൾട്ട് കിട്ടി തുടങ്ങിയത്. എനിക്കൊരു കോൺഫിഡൻസ് വന്നു, എനിക്ക് ധൈര്യം വന്നു, എനിക്കിതെല്ലാം ചെയ്യാനായിട്ട് ഭയങ്കര ഒരു എന്താ പറയുക എനർജി എന്ന് പറയില്ലേ, എനിക്ക് ത്രൂ ഔട്ട് ഈ ഡേ എനിക്ക് എനർജി. അതും പറഞ്ഞിട്ട് സ്ട്രഗിൾസ് ഉണ്ടാവില്ല അല്ലെങ്കിൽ നെഗറ്റീവ് സിറ്റുവേഷൻസ് വരില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇതെല്ലാം വരും. അത് നമ്മളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും അതേപോലെ നമ്മളുടെ ചില ജീവിത ലക്ഷ്യങ്ങളിലേക്ക് എത്താനും നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കി തരാനും അങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്കാണ് നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ സ്ട്രഗിൾസും. അത് നമ്മൾ പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ തെളിഞ്ഞു വരും. നമ്മൾ ചിലപ്പോൾ അതെന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും ഒരു വഴി നമ്മുടെ മുന്നിൽ വരും. നമ്മൾ അത്രയും പോസിറ്റീവ് ഇതിലൂടെ നമ്മൾ അതിനകത്ത് സ്റ്റക്കായി നിൽക്കാണ്ട് പെട്ടെന്ന് നമുക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളുടെ എല്ലാത്തിനോടുള്ള കാഴ്ചപ്പാട് മാറും, നമ്മളുടെ എല്ലാ രീതികളും മാറും.
നമ്മളുടെ ആറ്റിറ്റ്യൂഡ് മാറും, സംസാര രീതി മാറും, നമ്മളുടെ മുഖത്ത് ഒരു പുഞ്ചിരി എപ്പോഴും ഉണ്ടാവും. അതേപോലെ തന്നെ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. എന്നോട് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയാറ്, നീ ഇപ്പോൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. എൻ്റെ ഹാപ്പിനെസ് കണ്ടിട്ടുണ്ടെങ്കിൽ പറയും, നീ ഭയങ്കര ഹാപ്പിയാണല്ലേ എന്നത് ഓൾറെഡി എല്ലാ ദിവസവും ചോദിക്കും. അത് ശരിക്കും പറഞ്ഞിട്ട് എനിക്കത് കേൾക്കുമ്പോൾ എനിക്കും ഭയങ്കര ഒരു സന്തോഷമാണ്. അത് നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ ഓട്ടോമാറ്റിക്കലി അവരും മാറും. നമ്മളുടെ ഈ സന്തോഷം കാണുമ്പോൾ അതിനനുസരിച്ചിട്ട് അവരിലും വ്യത്യാസം ഉണ്ടാകും. അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളിൽ വ്യത്യാസം വരും. അപ്പോൾ അവരുടെ തിരിച്ചുള്ള പെരുമാറ്റത്തിലും വ്യത്യാസം വരും. അങ്ങനെ എല്ലാ കാര്യത്തിലും വളരെയധികം വ്യത്യാസം വരും. അപ്പോൾ നമ്മളുടെ ഈ ചുറ്റുപാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു സമാധാനവും സന്തോഷവും ഫീൽ ചെയ്യും. എത്ര സ്ട്രഗിൾസ് വന്നാലും നമുക്കത് നേരിടാനുള്ള ധൈര്യം, കോൺഫിഡൻസ്, അതേപോലെ തന്നെ ഒരു ഭയങ്കര ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളുടെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും ഗോൾസിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ യൂസ് ചെയ്യാം. അതെല്ലാം നമ്മൾ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ ഈ രാവിലെ മോർണിംഗ് റുട്ടീനിൽ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ളത് മിക്ക വീഡിയോസിൽ ഞാൻ കേൾക്കാറുണ്ട്. പക്ഷേ ഞാനത് കൂടുതലും പ്രിഫർ ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഞാൻ എടുത്ത് പറയാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമുക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ള ദിവസങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് കുഞ്ഞു പിള്ളേരുള്ളവരുണ്ടാവും, ചിലപ്പോൾ പ്രായമായ ആൾക്കാരെ നോക്കുന്നവരുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളുടെ ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ്. അത് 6 മുതൽ 8 മണിക്കൂർ വരെയും നമ്മൾ ഉറങ്ങിയിരിക്കണം. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങിയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതും നല്ല ക്വാളിറ്റി സ്ലീപ്പ് തന്നെ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉറങ്ങുന്നത് എപ്പോഴാണോ അത് തുടങ്ങി ഒരു 6 മണിക്കൂർ നമ്മൾ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 8 മണിക്കൂർ. നമുക്ക് എപ്പോഴാണോ ആ ഒരു ടൈം 6 to 8 മണിക്കൂറിൽ നമുക്ക് ഏത് ഇത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. എന്നിട്ട് ആ ഒരു സമയത്തിൽ നമ്മൾ എഴുന്നേൽക്കുക. ആ സമയം നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. ഈ 5 മണിക്ക് എഴുന്നേറ്റ് നമ്മൾ പ്രാക്ടീസുകൾ ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ 3 മണി തുടങ്ങി ഒരു 5 മണി വരെയുള്ള സമയം നമുക്ക് ഡിസ്ട്രാക്ഷൻസ് കുറവായിരിക്കും. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡും വളരെയധികം ആക്റ്റീവായിരിക്കും. ആ സമയത്ത് നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ നമ്മളുടെ മൈൻഡിലോട്ട് പെട്ടെന്ന് നമുക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ആ സമയത്ത് പിള്ളേരോട് പഠിക്കാനൊക്കെ പറയുന്നത്. എണീറ്റിരുന്ന് പഠിക്കാനും ഇതിനൊക്കെ പറയില്ലേ, ഈ ചെറിയ പിള്ളേരൊക്കെ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേരോടൊക്കെ നമ്മൾ പറയും 4 മണിക്ക് എഴുന്നേറ്റിരുന്ന് പഠിക്കുക എന്നൊക്കെ പറയണത് അതുകൊണ്ടാണ്. ആ സമയത്ത് നമ്മൾ പഠിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ബ്രെയിനിലോട്ട് അത് കയറും. അതുകൊണ്ടാണ് അത് പറയുന്നത്. പക്ഷേ നമുക്ക് ഇതേപോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. വെറുതെ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്ത് ഗെയിമൊക്കെ കളിച്ച് സമയം കളയുന്ന ആൾക്കാരോടല്ല ഞാൻ ഈ പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ പറ്റുന്നത്ര നേരത്തെ കിടന്നുറങ്ങാം. 9:30 10 മണിയാകുമ്പോൾ പോയി കിടന്നുറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ 5 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കാം. അപ്പോൾ അത് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാത്ത പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ടൈം ക്രമീകരിച്ചിട്ട് ഒരു 6 to 8 മണിക്കൂർ ഉറങ്ങുന്ന രീതിയിൽ ഉറക്കം ക്രമീകരിക്കുക. അതിനനുസരിച്ചിട്ട് റുട്ടീൻസ് കറക്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോവുക. അപ്പോൾ പിന്നെ അതിനനുസരിച്ച് നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ 100% ഗ്യാരണ്ടി. എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും 100% ഗ്യാരണ്ടി ഞാൻ പറയുന്നത്. അത്രയും നെഗറ്റീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റിൽ നിന്ന് എനിക്കിപ്പോൾ ഈ ഒരു ഇതിൽ നിങ്ങളുടെ മുന്നിൽ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഇതുകൊണ്ടാണ്. ഞാൻ ഇത്രയും നമ്മൾ എഫേർട്ട് എടുക്കണം. നമ്മളുടെ മാറ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മാറാൻ പറ്റുള്ളൂ. ആദ്യം മാറണം എന്ന് ചിന്തിക്കേണ്ടത് നമ്മുടെ മനസ്സിനുള്ളിൽ ഒരു തീരുമാനം എടുക്കണം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇന്നൊരു ദിവസം മുടങ്ങിയാൽ കുഴപ്പമില്ല, നമുക്ക് നാളെ തുടങ്ങാം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ കാര്യമില്ല. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നൈറ്റ് റുട്ടീൻസ് അങ്ങനെ മുടങ്ങാറില്ല. പക്ഷേ ഇന്നലെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. എനിക്ക് പെട്ടെന്ന് ഒരു സിവിയറായിട്ട് വയറുവേദന വന്നു. അപ്പോൾ ഞാൻ പുറത്താണ്, ഓഫീസിൽ നിന്ന് വരുന്നുണ്ടായുള്ളൂ. അപ്പോൾ എനിക്ക് സിവിയർ വയറുവേദന വന്നു. ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് പറ്റാണ്ട് ഞാൻ ഗുളിക കഴിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് നൈറ്റ് റുട്ടീൻ കംപ്ലീറ്റ് ചെയ്യണം. അത് ഞാൻ മുടക്കാറില്ല. എനിക്ക് അത്രയും അതങ്ങനെ ചെയ്യണം എന്നുള്ളത് എൻ്റെ മൈൻഡിൽ ഞാൻ ഉറപ്പിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് എനിക്കത് മാറ്റാൻ എനിക്ക് താല്പര്യമില്ല. എന്ത് വന്നാലും എനിക്കത് ചെയ്യണം എന്നുള്ളൊരു ഇതെനിക്ക് മനസ്സിൽ അങ്ങനെ ഒരു ഇത്. അപ്പം അതിന് ഞാൻ എന്ത് ചെയ്യും, എനിക്ക് വയറുവേദന മാറിയില്ലെങ്കിൽ ഞാനതെങ്ങനെ ചെയ്യും എന്നുള്ളൊരു ഇത് കൺസേൺ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു.
അപ്പോൾ ഞാനിത് എന്തെന്ന് വെച്ചാൽ ഈ ഗുളിക കഴിച്ച് കഴിഞ്ഞിട്ട് കിടന്ന് കഴിഞ്ഞിട്ടും കുറയുന്നില്ല, എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തുടങ്ങി. അതേപോലെ തന്നെ ഞാൻ ഈ പ്രാക്ടീസ് ചെയ്യുന്നത് വിഷ്വലൈസ് ചെയ്യുക, ഒപ്പം ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തുടങ്ങി. എൻ്റെ ഈ വയറുവേദന മാറ്റി തന്നതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് ഞാൻ വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സത്യം പറയാലോ, ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വയറുവേദനകൾ മാറി, ഫുള്ളായിട്ട് മാറി. ഞാൻ നൈറ്റ് റൂട്ടീൻ നല്ല ഈസി ആയിട്ട് ചെയ്ത് സുഖമായിട്ട് കിടന്നുറങ്ങി. എനിക്ക് യാതൊരു കുഴപ്പമില്ലാണ്ട് അത് ഫുള്ളായിട്ട് മാറി. ഞാൻ മെഡിസിൻ കഴിച്ചിട്ടുണ്ടായിരുന്നു, അത് ആ സമയത്ത് എഫക്റ്റ് ആയതായിരിക്കാം. പക്ഷേ അങ്ങനെ എഫക്റ്റ് ആയതാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉറങ്ങിപ്പോയിരുന്നെങ്കിൽ എനിക്ക് നൈറ്റ് റൂട്ടീൻ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ വയറുവേദന അല്ലേ, കുഴപ്പമില്ല, ഇന്ന് അങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിച്ചാൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എനിക്കത് അത്രയും ഉറപ്പ്, എനിക്കത് ചെയ്യണം എന്നുള്ളൊരു കൺസേൺ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്യും, ഇന്ന് ഞാൻ എന്തായാലും കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉറങ്ങുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത്രയും ഇതാക്കി ഇരുന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ എണീറ്റ് വരണുണ്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു എങ്ങനെ വയറുവേദന കുറഞ്ഞാന്ന് ചോദിച്ചാൽ ഞാൻ പറയും മാറി, ഞാൻ ഇനി പ്രാക്ടീസുകളൊക്കെ ചെയ്തിട്ട് വരാട്ടെ എന്നിട്ട് ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാക്ടീസുകൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സുഖമായിട്ട് വന്ന് കിടന്നുറങ്ങി. രാവിലെ ഫ്രഷ് ആയിട്ട് തന്നെ എനർജറ്റിക് ആയിട്ട് എഴുന്നേറ്റു. അല്ലെങ്കിൽ ആ വയറുവേദനയുടെ ഇതിൽ കിടന്നുറങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കാനായിട്ട് എനിക്ക് മടിയാവും, അല്ലെങ്കിൽ എന്താ പറയുക, എന്നാൽ കുറച്ചേരം കൂടി കഴിയട്ടെ, അല്ലെങ്കിൽ ഇനി ഇതങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മടി പിടിക്കും. അങ്ങനെ മടി പിടിക്കാനായിട്ട് നമ്മൾ ഇടവരുത്തരുത്. നമ്മളിപ്പോൾ 21 ദിവസം ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോൾ ചെയ്യണോ, ഇത്രയും ദിവസമായില്ലേ, ഇനിയിപ്പോൾ നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് പതിയെ ഒരു മടി വരും. അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്യുന്നത്. എനിക്കത് ആഗ്രഹമുള്ളത്, ചിലപ്പോൾ അത് യൂണിവേഴ്സ് എനിക്ക് തന്ന ഒരു ഇതായിരിക്കും, എന്താ പറയുക, ടെസ്റ്റായിരിക്കും. ഇത് മുടക്കോ ഇല്ലേ എന്നൊക്കെ അറിയാനായിട്ടുള്ളൊരു ടെസ്റ്റായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കങ്ങനെ ഫീൽ ചെയ്തത്, അല്ലാണ്ട് അങ്ങനത്തെ ഒരു ഇത് വരേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് എന്നെ വല്ലാണ്ട്, അത് എനിക്ക് എന്താ പറയുക, ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് എനിക്കത് ഉണ്ടായത്. അത് കഴിഞ്ഞ് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്. ഞാൻ എന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും ഹാപ്പിനെസ്സിലാണ് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പറഞ്ഞ് രാത്രി കിടന്നുറങ്ങിയത്. അതേപോലെ തന്നെ രാവിലെ എണീറ്റപ്പോൾ നല്ല സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് എഴുന്നേറ്റ് ഇപ്പോൾ ദേ നിങ്ങളുടെ മുന്നിലിരുന്ന് സംസാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ടോപ്പിക്ക് തന്നെ സെലക്ട് ചെയ്തത്. ഇന്ന് ഇത് തന്നെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചത്. അത്രയും എനർജറ്റിക് ആയിരിക്കും നമ്മൾ. ഈ മോർണിംഗ് ആൻഡ് നൈറ്റ് റൂട്ടീൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ 100% നിങ്ങളുടെ ലൈഫ് മാറിയിരിക്കും. ഞാൻ ഗ്യാരണ്ടി. എൻ്റെ ലൈഫ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. എൻ്റെ ലൈഫിൽ ഞാൻ പ്രാക്ടീസ് ചെയ്ത് എനിക്ക് അത്രയും റിസൾട്ട് കിട്ടിയതുകൊണ്ട് ഞാൻ പറയുന്നത്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയും എഫക്റ്റീവ് ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഓൾ. ഹാപ്പി മാനിഫെസ്റ്റിംഗ്.